ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ ഈ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്നത് പോലെ തേങ്ങ ചേർക്കാത്ത 4 തരം കറികളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഇതുപോലെ മത്തങ്ങയും പിന്നെ കുമ്പളങ്ങയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 2 വിസിലടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് നന്നായിട്ടിങ്ങനെ ഉടച്ചു വെച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മതി. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും കുമ്പളങ്ങയും കൂടെ ചേർത്തിട്ടുള്ള കറി റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും പിന്നെ ഉണക്കമുളകും ഉലുവയും പിന്നെ കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറി റെഡിയായി. ഇനി നമുക്ക് അടുത്തത് ഒരു പടവലങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കാം. അതിന് ഉള്ളിയും തക്കാളിയും പിന്നെ പരിപ്പും വേണം. ആദ്യം പരിപ്പും ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് സൈഡിൽ ഇതുപോലൊരു തവ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പടവലങ്ങ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം. ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ സൈഡിൽ വേവിച്ച് വെച്ച പരിപ്പും പിന്നെ തക്കാളിയും ഉള്ളിയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളകൊക്കെ ചേർത്ത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും പിന്നെ ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ പുളിങ്കറി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. തേങ്ങയില്ലാത്ത കറിയാണെന്ന് ആരും പറയില്ല, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കാം. അതിന് ഇതുപോലൊരു തവ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പരിപ്പും പിന്നെ നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സിമ്മിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ നിലക്കടലയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടാവുമ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം സമയം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഒന്നൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടാവുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ തേങ്ങാ ചട്നി പോലെ തന്നെ ഇരിക്കുന്നില്ലേ കാണാൻ? നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാ ചട്നിയേക്കാളും ടേസ്റ്റാണ്. നല്ല ഹെൽത്തി അല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. നിലക്കടലയും പിന്നെ കടലപ്പരിപ്പൊക്കെ ചേർത്തല്ലേ നമ്മൾ ചട്നി ഉണ്ടാക്കി. അപ്പോൾ ഇതിലേക്ക് കടുകും കൂടെ വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡിയായി. തേങ്ങക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി നമുക്ക് അടുത്തതൊരു പുളിങ്കറി ഉണ്ടാക്കാം. ഇതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം തവയിൽ. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം വെണ്ടയ്ക്ക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ തവയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും കുറച്ച് ഉലുവയും പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 2 ഉണക്കമുളകും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നിറയെ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക പുളിങ്കറി റെഡിയായി. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കറികളാണ് കേട്ടോ, തേങ്ങയില്ലാത്ത കറികൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കറികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.